നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രൂപയുടെ മൂല്യത്തകർച്ച തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കാൻ മണി എക്സ്ചേഞ്ചുകളിൽ പ്രവാസികളുടെ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഒഴിച്ചാൽ ഗൾഫ് കറൻസികളെല്ലാം ഇപ്പോൾ ഉയർന്ന നിരക്കിൽ തന്നെയാണ് ഉള്ളത്. രൂപയ്ക്ക് തിരിച്ചടിയാണെങ്കിലും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഈ സാഹചര്യം ഗുണം ചെയ്യും. ഗൾഫ് കറൻസികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു UAE ദിർഹത്തിന് 22.63 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. കഴിഞ്ഞ ദിവസം ഇത് 22.66 ആയിരുന്നു. ചെറിയ കുറവ് മാത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ മറ്റ് കറൻസികളുടെ വിനിമയ നിരക്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖത്തർ റിയാലുമായുള്ള വിനിമയ നിരക്ക് 22 രൂപ 83 പൈസയാണ്. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ റിയാലിന് 22 രൂപ 65 പൈസയ്ക്കും 22 രൂപ 71 പൈസയ്ക്കും ഇടയിലാണ് ലഭിക്കുക. ഒമാൻ റിയാൽ 215.91 രൂപയിലും ബഹ്റൈൻ ദിനാർ 220.56 രൂപയിലും എത്തിയിട്ടുണ്ട്. കുവൈറ്റ് ദിനാർ 269.98, സൗദി റിയാൽ 22.17 രൂപയിലും എത്തി. ഗൾഫിലെ കറൻസികളെല്ലാം രൂപയുമായുള്ള വിനിമയ നിരക്കിൽ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഉള്ളത്. ഇത് പ്രവാസികൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വിനിമയ നിരക്ക് ഉയരുന്നത് കാണുമ്പോൾ പലരും നാട്ടിലേക്ക് പണം അയക്കും. വീട് പണി പൂർത്തിയാകാത്തവരും കടങ്ങൾ ഉള്ളവരും എല്ലാം ഈ സമയം പലപ്പോഴും കടം വാങ്ങിയാണ് നാട്ടിലേക്ക് പണം അയക്കുന്നത്. കോവിഡ് പ്രതിസന്ധി വരുത്തിവെച്ച വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ഇന്നും ഇതിൽ നിന്ന് കരകയറിയിട്ടില്ല. പല കമ്പനികളും ശമ്പളം ഈ സമയത്ത് വെട്ടിക്കുറച്ചിരുന്നു. ചില കമ്പനികൾ ഇതൊന്നും ഇപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ല. വിനിമയ നിരക്ക് ഉയർന്നത് പ്രവാസികൾ വലിയ അനുഗ്രഹമായാണ് കാണുന്നതെങ്കിലും മാസത്തിന്റെ പകുതി ഇപ്പോൾ പിന്നിട്ടതിനാൽ മിക്ക പ്രവാസികളും ഇതിനോടകം നാട്ടിലേക്ക് പണം അയച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പലർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരും. അയക്കാൻ വൈകിയവരും ഇനി അയക്കാൻ ബാക്കിയുള്ളവരും ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞാൽ കൂടുതൽ തുകയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. അതേസമയം രൂപയുടെ മൂല്യം ഇടിയുന്നതിനാൽ നാട്ടിലേക്കുള്ള പ്രവാസികളുടെ പണം ഇടപാടുകൾ കൂടിയിട്ടുണ്ട്. ഗൾഫിൽ നിന്നുള്ള NRI പണമിടപാടുകളും കുത്തനെ ഉയർന്നു. ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസി പണത്തിന്റെ വലിയൊരു പങ്ക് ഗൾഫ് മേഖലയിൽ നിന്നാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.